നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ സാധാരണ പറയുന്നൊരു കാര്യമാണ്, അവന്റെ ഇരിപ്പ് അത്ര ശരിയല്ലെന്നോ, അവന്റെ ഇരിപ്പിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടോ എന്നൊക്കെ. ശരിക്കും ഇത് ശരിയാണോ? ഒരാളുടെ ഇരുത്തം അത് നോക്കിയിട്ട് നമുക്ക് അയാളുടെ സ്വഭാവത്തെ ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ അയാൾ ഇരിക്കുന്ന രീതി നോക്കിയിട്ട് ഏകദേശം അയാളുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതാ, ഇങ്ങനെ ഇരിക്കുന്ന ഈ വ്യക്തി, ഇയാളുടെ സ്വഭാവം എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. കാലിന്റെ പാദങ്ങൾ രണ്ടും ഭൂമിയിൽ അമർത്തി വെച്ച് മുട്ടുകൾ നേരെയാക്കി നിവർന്ന് ഇരിക്കുന്ന ഈ വ്യക്തി, ഇത്തരം ആളുകള് നല്ല ക്ഷമയുള്ള ആളുകളായിരിക്കും. അത് മാത്രമല്ല, നല്ല ഉയർന്ന ആത്മവിശ്വാസമുള്ള ആളുകളായിരിക്കും. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ചെയ്യണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉടായ്പകളൊന്നും ഇല്ലാത്ത ആളുകള്. നേരെ വാ നേരെ പോ എന്ന പ്രകൃതമുള്ള ആളുകളായിരിക്കും. ഇത്തരം ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ഈ വളഞ്ഞ് മൂക്കെ പിടിക്കുന്ന സ്വഭാവം ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും. പൊതുവെ ഇത്തരം ആളുകള് അവരോട് എന്താണോ നടന്ന സംഭവങ്ങൾ, എന്താണോ യാഥാർത്ഥ്യം, അത് കൃത്യമായിട്ട് പറയാം. അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയും ഉള്ള ജീവിതം നയിക്കുന്ന ആളുകളായിരിക്കും പൊതുവെ ഇത്തരം ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, എത്ര പ്രയാസത്തിന്റെ സാഹചര്യങ്ങളാണെങ്കിലും, അതായത് മറ്റുള്ള ആളുകൾ എങ്ങനെയൊക്കെ ഇവരെ പ്രകോപിപ്പിച്ചാലും ഇവർ ആ ശാന്തത കൈവിടാതെ അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും പൊതുവെ ഇത്തരം ആളുകൾ. ഈ രീതിയിൽ കാലിന്റെ ഇരുമുട്ടുകളും അല്ലെങ്കിൽ കാല് രണ്ട് സൈഡുകളിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ആളുകൾ, പൊതുവെ ഇത്തരം ആളുകൾ തുറന്ന സ്വഭാവമുള്ള അല്ലെങ്കിൽ തുറന്ന മനോഭാവമുള്ള ആളുകളായിരിക്കും. പ്രത്യേകിച്ച് ഒരു വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരുന്നാൽ നമ്മൾ ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഒന്ന്, അയാൾ ആ സാഹചര്യമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നുണ്ട്, അയാൾ അവിടെ സുരക്ഷിതനാണ് എന്നൊക്കെ ഉള്ളതിന്റെ ചില സൂചനകളാണ്. എന്നാൽ ഇതേ രീതിയിൽ ഇരിക്കുന്ന ചില ആളുകൾ, അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും പരിഭ്രമമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, അതല്ല അവരുടെ ഉള്ളിലെ അവരനുഭവിക്കുന്ന ഭയം, നിരാശ, ഇതൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയും ഈ രീതിയിൽ ആളുകൾ ഇരിക്കാറുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിലും നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ഇവര് തുറന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിലും ഇവർ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാന് മറ്റുള്ളവരെക്കാൾ ഉന്നതനാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും പൊതുവെ ഈ രീതിയിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സാധാരണ ഏത് രീതിയിലാണ് ഇരിക്കുന്നത് എന്ന് ഇതിൻ്റെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ വ്യക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അത്തരം ആളുകളെ നമ്മൾ ചില ആളുകളോടൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന പ്രവണതയുള്ള ആളുകളായിരിക്കും. എന്താണ് ഇവരുടെ സ്വഭാവം? പൊതുവെ ഇത്തരം ആളുകൾ അവരോട് സംസാരിക്കാൻ വരുന്ന ആളുകളെ മറ്റു മുൻപതികളൊന്നും ഇല്ലാതെ കേൾക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ഇവര് ഭാവനകളുടെ ലോകത്തായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇവരിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, പുറമെ ഇവര് സൗഹൃദപരമായ ആളുകളുടെ മിങ്കിൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇവരുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ഒരു കാര്യത്തിലേക്കോ പെട്ടെന്ന് ഒരാളെ ഇവര് അടുപ്പിക്കില്ല എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ നല്ല ആത്മവിശ്വാസമുള്ള ആളുകളായിരിക്കും. എപ്പോഴും ഇവരുടെ ചിന്തകൾക്കായിരിക്കും ഇവര് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ജീവിത പങ്കാളി,
അവരുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും പൊതുവെ നമ്മൾ ആളുകൾ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നേരെ ഇരുന്ന് പാദങ്ങൾ രണ്ടും ക്രോസ് ആയിട്ട് വെക്കുന്ന സ്വഭാവമുള്ള ആളുകൾ. ഇത്തരം ആളുകൾ അവര് ഒരു രാജകീയ സ്വഭാവമുള്ള ആളുകളായിരിക്കും. അതായത് പെരുമാറ്റത്തിലും ആത്മവിശ്വാസത്തിലൊക്കെ കുറച്ച് ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളായിരിക്കും. മറ്റു ബാക്കി പറഞ്ഞാൽ അന്തസ്സും എളിമയൊക്കെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും പൊതുവെ ഇത്തരം രീതിയിൽ ഇരിക്കുന്ന ആളുകൾ. അതുപോലെ പൊതുവെ കഠിന അധ്വാനികളായിരിക്കും ഇവര്. രഹസ്യ സ്വഭാവം, സ്വന്തം പദ്ധതികളെ കുറിച്ച് മറ്റ് ആരുമായിട്ടും പങ്കുവയ്ക്കാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഇത്തരം ആളുകൾ. അതുപോലെ തന്നെ ഇവരുടെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മികച്ച ശ്രോതാവായിരിക്കും ഇവര്. പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാതെ ഒരു വ്യക്തിയെ നന്നായിട്ട് പഠിച്ച് അതിനുശേഷം മാത്രം തീരുമാനമെടുക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും ഇവര്. അടുത്തതായിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ കാലിന്റെ പാദങ്ങള് മറ്റു കാലിന്റെ മുകളിൽ കയറ്റി വെച്ച് അതിലിങ്ങനെ പിടിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാല് ഇവര് പൊതുവെ ആത്മവിശ്വാസമൊക്കെ കൂടിയ ആളുകളായിരിക്കും. എന്നിരുന്നാലും ഒരു ചർച്ചകളിലൊക്കെ ഇത്തരം ആളുകള് ഈ രീതിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവര് കാലിന്റെ മുകളിൽ കാൽപാദം കയറ്റി വെച്ച് അതിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ ചർച്ചയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. അവര് മറ്റൊരാളുടെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല. ഞാൻ പറയുന്നത് മാത്രം ശരി, ഇനി അതിന്റെ മേലില് എന്ത് തർക്കമാണെങ്കിലും ഞാൻ തർക്കിക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ സംവാദം ഞാൻ റെഡിയാണ്. എനിക്ക് നിങ്ങളുടെ ഉപദേശം കേൾക്കണ്ട, ഞാൻ പറയുന്നതാണ് സത്യം, ഇതിന് ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ഒരു മാറ്റത്തിൽ ഞാൻ റെഡിയല്ല എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഇത് 100% ശരിയാവണമെന്നില്ല. ഒരു മനുഷ്യൻ അയാളുടെ പല സാഹചര്യങ്ങളുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഏതെങ്കിലും കുറെ നേരം ഇരുന്ന് ക്ഷീണിച്ച ആളുകൾ അവരുടെ പൊസിഷൻ പല രീതിയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് 100% ശരിയാണെന്നൊരു വാദം ആർക്കുമില്ല. അപ്പോൾ ആ രീതിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.